വാർപ്പ് മാതൃകകൾ പിന്തുടരുന്ന സ്ലോ ബർണർ പരീക്ഷണ ചിത്രം ലെവൽ ക്രയാസ് റിവ്യൂ. മൈൻഡ് ഗെയിം, സൈക്കോപാത്ത് ക്രിമിനലുകൾ തുടങ്ങിയ വാർപ്പ് മാതൃകകൾ ഉള്ള സ്ലോ ബർണർ പരീക്ഷണ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇണങ്ങിയ ചിത്രമാണ് ലെവൽ ക്രയാസ്. വളരെ സർറിയലായ പശ്ചാത്തലത്തിലാണ് ലെവൽ ക്രോസ് തുടങ്ങുന്നത്. സമയകാലങ്ങളെ നിശ്ചലമാക്കിയ ഒരിടത്തു ജീവിക്കുന്ന ഒരു പുരുഷൻ അവിടേക്ക് യാദൃശ്ചികമായി എത്തുന്ന ഒരു സ്ത്രീയെ കണ്ടുമുട്ടുന്നു. പിന്നീട് പലപ്പോഴും പല നിലയ്ക്ക് പരസ്പരം പരീക്ഷിക്കപ്പെട്ടു അവരൊന്നിച്ച് മറ്റൊരു സമയകാലം ഉണ്ടാക്കുന്നു. പോസ്റ്റ് മോഡേൺ കാലത്തെ പരീക്ഷണ സാഹിത്യ സൃഷ്ടികളുടെ, സിനിമകളുടെയൊക്കെ തുടർച്ചയാണ് ആ നിലയ്ക്ക് അർഫാസ് അയൂബിന്റെ ലെവൽ ക്രോസ്. ഓഫ് ബീറ്റ് സിനിമകളെന്നൊരു വിഭാഗമുണ്ടോ എന്നത് ഇപ്പോഴും തർക്കവിഷയമാണ്. ഒരു പ്രത്യേക മീറ്ററിലും പേസിലും മുന്നോട്ട് നീങ്ങുന്ന സിനിമകളെ ഓഫ് ബീറ്റ് സിനിമകൾ, ഫിലിം ഫെസ്റ്റിവൽ സിനിമകൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. പ്രശ്നവൽക്കരണങ്ങൾ മാറ്റിവച്ചാൽ അത്തരമൊരു മീറ്ററിലും താളത്തിലുമാണ് ലെവൽ ക്രോസ് തുടങ്ങുന്നത്. സംഭാഷണങ്ങളുടെ ബോധപൂർവമുള്ള അഭാവം, കഥയുടെയും തിരക്കഥയുടെയും വളരെ പതിഞ്ഞുള്ള മുന്നോട്ടുപോക്ക് ഭംഗിയുള്ളതാണെങ്കിലും സ്റ്റാറ്റിക് ആയ ഫ്രെയിമുകൾ തുടങ്ങി ഇത്തരം സിനിമകളുടെ സ്ഥിരം സ്വഭാവങ്ങൾ പലതും തുടക്കത്തിൽ ലെവൽ ക്രോസ് കാണിക്കുന്നു. മധ്യേഷ്യൻ സിനിമകളിൽ കാണുന്ന കുറെ പതിവ് കാഴ്ചകൾ പലപ്പോഴും ഒരു കാര്യവുമില്ലാതെ ഇവിടേക്ക് പറിച്ചു നട്ടതുപോലെ തോന്നി. ചേതൈ പോലുള്ള പേരുകളും ചില സംഭാഷണങ്ങളും ആധുനികാനന്തര കാലത്തെ ബംഗാളി നോവലുകളുടെയും ചില സിനിമകളുടെയും രീതി ഓർമ്മിപ്പിച്ചു. പിന്നീട് കുറച്ചു ഭാഗം കഴിഞ്ഞപ്പോൾ മൈൻഡ് ഗെയിം, സൈക്കോളജിക്കൽ ത്രില്ലർ ഗണത്തിലേക്ക് സിനിമ മാറി. അതിനൊരു ആമുഖമായിരുന്നു സിനിമയുടെ ആദ്യത്തെ കുറച്ചു ഭാഗങ്ങൾ. സൈക്കോപാത്തുകൾ, അവരെ വേട്ടയാടുന്ന ഭൂതകാല മുറിവുകൾ തുടങ്ങി മലയാള സിനിമ നിരന്തരം പറയുന്ന കഥകളിലേക്ക് സിനിമ മാറി. മലയാള സമകാലിക ത്രില്ലർ സിനിമകളുടെ എല്ലാ സ്വഭാവവും ഇവിടെ ലെവൽ ക്രോസും പിന്തുടരുന്നു. ക്ലീഷേകളുടെ സിനിമാറ്റിക് ഭാരം പിന്തുടരുമ്പോഴും തലരിഞ്ഞ ചെകുത്താന്റെ ഉപമയും രൂപകവും സിനിമയിൽ പ്ലേസ് ചെയ്ത രീതി ബുദ്ധിപൂർവമായ ഒന്നാണ്. ഒരു കഥയുടെ സാധ്യത പലപ്പോഴും സിനിമാറ്റിക് ആയി ഉപയോഗിച്ചിട്ടുണ്ട്. 3 പേരിലൂടെയാണ് കഥ വികസിക്കുന്നത്. ആസിഫ് അലിയുടെയും അമല പോളിന്റെയും ഷറഫുദ്ദീന്റെയും അഭിനയസാധ്യതയെ സിനിമ ഉപയോഗിക്കുന്നുണ്ട്. ആസിഫ് അലിയുടെ കൃത്രിമ പല്ലുകൾ സിനിമയ്ക്ക് ആവശ്യമില്ലാത്ത മേക്ക് ഓവർ ആയതുപോലെ തോന്നി. കഥക്കോ കഥാപാത്രത്തിനോ യാതൊരാവശ്യവുമില്ലാത്ത ഇത്തരം മേക്ക് ഓവറുകൾ പലതരം പൊതുബോധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. മൈൻഡ് ഗെയിം, സൈക്കോപാത്ത് ക്രിമിനലുകൾ തുടങ്ങിയ വാർപ്പ് മാതൃകകൾ ഉള്ള സ്ലോ ബർണർ പരീക്ഷണ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തിയേറ്ററിൽ അനുഭവിക്കാവുന്ന പുതുമകൾ ഒന്നുമില്ലാത്ത സിനിമയാണ് ലെവൽ ക്രോസ്.